Hi, welcome to Denia's classes. ഇന്ന് നമ്മൾ റിട്ടയർമെന്റ് ഓഫ് പാർട്ട്ണർഷിപ്പിലത്തെ കുറച്ച് ക്വസ്റ്റ്യൻ പേപ്പറിൽ വന്ന ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. ഇത് റിട്ടയർമെന്റിലത്തെ ഗുഡ്വില്ലിന്റെ ട്രീറ്റ്മെന്റ് ആണ് നമ്മളിപ്പോൾ ആ പോർഷനാണ് നമ്മളിപ്പോൾ ഡിസ്കസ് ചെയ്യുന്നത്. റിട്ടയർമെന്റിൽ നിന്ന് സാധാരണ ഒരു മാക്സിമം പോയ 6 മാസം ക്വസ്റ്റ്യൻസ് ചോദിക്കാറുള്ളൂ. 3-4 ക്വസ്റ്റ്യൻ പേപ്പർ റെഫർ ചെയ്തപ്പോൾ ഞാൻ അതാണ് കണ്ടത്. ഇത് കണ്ടിട്ടില്ല, എസ് ടൈപ്പ് കണ്ടിട്ടില്ല. പിന്നെ ഇതിലിപ്പോൾ ഞാൻ ഇത് രണ്ടും 2017-ലും ഇത് 80-ലും ഇത് 90-ലും ചോദിച്ച ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. നമുക്ക് സമയം കളയാണ്ട് സ്റ്റാർട്ട് ചെയ്യാം. ഗുഡ്വിൽ എപ്പോഴും നമ്മുടെ എന്താ പറയുക, റിട്ടയർമെന്റിൽ ഗുഡ്വിൽ എപ്പോഴും അഡ്ജസ്റ്റ് ചെയ്യുക ഗെയിനിങ് റേഷ്യോയിലാണ്. അപ്പോൾ ഗെയിനിങ് റേഷ്യോ എന്ന് പറഞ്ഞാൽ ന്യൂ റേഷ്യോ മൈനസ് ഓൾഡ് റേഷ്യോ, അത് ഞാൻ ഓൾറെഡി ഇൻട്രഡക്ഷനിൽ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. ഞാൻ ഇനി ഡീറ്റെയിൽ ആയി പറയുന്നില്ല. അപ്പോൾ ഗെയിനിങ് റേഷ്യോ ന്യൂ റേഷ്യോ മൈനസ് ഓൾഡ് റേഷ്യോ ഒന്ന് കൺഫ്യൂഷൻ വരുന്നുണ്ടെങ്കിൽ നമ്മൾ സാക്രിഫൈസ് റേഷ്യോയുടെ ഒന്ന് ആലോചിക്കുക. സാക്രിഫൈസ് റേഷ്യോയുടെ ഞാൻ പറഞ്ഞിട്ടുണ്ട്, എന്ന് പറയുന്ന വേർഡ് ഒന്ന് ആലോചിച്ചാൽ മതി. അപ്പോൾ തന്നെ അറിയാം സാക്രിഫൈസ് റേഷ്യോ ഈക്വൽ ടു ഓൾഡ് റേഷ്യോ മൈനസ് ന്യൂ റേഷ്യോ ആണ്. അതിൻ്റെ റിവേഴ്സ് ആണ് ഗെയിനിങ് റേഷ്യോ. അപ്പോൾ നമുക്ക് സമയം കളയാണ്ട് എങ്ങനെയാണ് ഇത് ചെയ്യാൻ നോക്കാം. ഇതിപ്പോൾ പറയുന്നത് ശാന്ത, ഗായത്രി ആൻഡ് നിഷ ആർ പാർട്ട്നേഴ്സ് ഷെയറിംഗ് പ്രോഫിറ്റ്സ് ഇൻ ദ റേഷ്യോ 4:3:2. അപ്പോൾ ശാന്തയും അതുപോലെ ഗായത്രിയും നിഷയുമാണ് പാർട്ട്നേഴ്സ്. അവരുടെ പ്രോഫിറ്റ് ഷെയറിംഗ് റേഷ്യോ എന്ന് പറയുന്നത് 4:3:2 ആണ്. പിന്നെ നമ്മുടെ ഗായത്രിയാണ് റിട്ടയർ ആവുന്നത്. ആൻഡ് ഗുഡ്വിൽ ഓഫ് ദ ഫേം, ഗുഡ്വിൽ ഈസ് വാല്യൂഡ് അറ്റ് ₹36,000. ഫേമിന്റെ ഗുഡ്വിൽ 36,000 ആണ്. പിന്നെ ഫ്യൂച്ചർ പ്രോഫിറ്റ് ഷെയറിംഗ് റേഷ്യോ ഈസ്, അവരുടെ ന്യൂ റേഷ്യോ ഇവിടെ തന്നിട്ടുണ്ട് 5:3 തന്നിട്ടുണ്ട്. അപ്പൊ നമുക്ക് മനസ്സിലാക്കാം, ന്യൂ റേഷ്യോ തന്ന സ്ഥിതിക്ക് ഇനി ഗെയിനിങ് റേഷ്യോ നമ്മൾ കാൽക്കുലേറ്റ് ചെയ്തിട്ട് ഫൈൻഡ് ഔട്ട് ചെയ്യണം. ന്യൂ റേഷ്യോ ഇല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് ഈ ഓൾഡ് റേഷ്യോ തന്നെ ഗെയിനിങ് റേഷ്യോ ആയിട്ട് കണ്ടുപിടിക്കാം. സാക്രിഫൈസിങ് അല്ല, ഗെയിനിങ് റേഷ്യോ കേട്ടോ. അപ്പൊ നമുക്ക് ഇവിടെ ഗെയിനിങ് റേഷ്യോ ഇവിടെ സെപ്പറേറ്റ് കണ്ടുപിടിക്കണം. പിന്നെ നിഷ they decided that goodwill is not to appear in the books. ഗുഡ്വിൽ appear ചെയ്യരുതെന്ന് പറഞ്ഞിട്ടുണ്ട്. റെക്കോർഡ് ജേർണൽ എൻട്രീസ്. അപ്പൊ നമുക്ക് ഗെയിനിങ് റേഷ്യോ ആദ്യം തന്നെ കണ്ടുപിടിക്കാം. ഗെയിനിങ് റേഷ്യോ എന്ന് പറയുന്നത് ഞാൻ ഓൾറെഡി ഇവിടെ എഴുതിയിട്ടുണ്ട്, ന്യൂ റേഷ്യോ മൈനസ് ഓൾഡ് റേഷ്യോ. അപ്പൊ ഇവിടെ ന്യൂ റേഷ്യോ എന്ന് പറയുന്നത് 5:3 ആണല്ലോ. അപ്പൊ 5/8 ഇവിടെ 3/8. ഇനി ഓൾഡ് റേഷ്യോ ആണ് മൈനസ് ചെയ്യുന്നത്. ഓൾഡ് റേഷ്യോ എന്ന് പറയുന്നത് 4:3:2. അപ്പോൾ 4 + 3 7, 7 + 2 9 മൈനസ് 4/9. ഓക്കെ, അതുപോലെ 3/8 മൈനസ് 2/9. ഇയാളുടെ റേഷ്യോ 2 ആണ്. അപ്പോൾ 2/9. ഇത് ഡിനോമിനേറ്റേഴ്സ് സെയിം ആയാലാണ് നമുക്ക് ഫ്രാക്ഷൻസ് തമ്മിൽ സബ്ട്രാക്ട് ചെയ്യാൻ സാധിക്കുള്ളൂ. അപ്പൊ ഇവിടെ 8ന്റെ മൾട്ടിപ്പിൾ അല്ല 9 എന്ന് പറയുന്നത്. 1 8s are 8, 2 8s are 16 ആണ് വരുന്നത്. അപ്പൊ നമുക്ക് എന്ത് ചെയ്താൽ മതി, 8നെ 9 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാം, 9നെ 8 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാം. അപ്പൊ ഡിനോമിനേറ്ററിനെ 9 കൊണ്ടാണെങ്കിൽ ന്യൂമറേറ്ററിനും 9 കൊണ്ട് തന്നെ, ഇവിടെ 8 കൊണ്ടാണ്, ഇവിടെയും 8 കൊണ്ട് തന്നെ. അപ്പൊ എത്ര കിട്ടി നമുക്ക്, 45 മൈനസ് 8 4s are 32 by 9 8s are 72. The same way ഇവിടെ 8നെ 9 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുക. അപ്പൊ ന്യൂമറേറ്ററിന് 9 കൊണ്ട്, 9നെ 8 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുക. അപ്പോൾ ന്യൂമറേറ്ററിനും 8 കൊണ്ട്. അപ്പൊ എത്ര കിട്ടി, 27 മൈനസ് 16 by 72. ഓക്കെ, അപ്പൊ എത്രയാണ്, 45 മൈനസ് 32, 13ഉം 27 മൈനസ് 11, അപ്പൊ 11ഉം 13:11 ആണ് അവരുടെ. അപ്പോൾ ഗെയിനിങ് റേഷ്യോ എന്ന് പറയുന്നത് 13:7. മനസ്സിലായല്ലോ. നമ്മൾ സാക്രിഫൈസ് റേഷ്യോ കാണണം അതേ രീതി തന്നെ, ഇതിൽ വലിയ മാറ്റമൊന്നും വരുന്നില്ല, ഫോർമുലയിൽ മാത്രമാണ് ചേഞ്ച് വരുന്നത് കേട്ടോ. അപ്പൊ നമുക്ക് മനസ്സിലായി 13:12 ആണ് അവരുടെ ഗെയിനിങ് റേഷ്യോ എന്നുള്ളത്. ഇവര് ജേർണൽസ് മാത്രമാണ് പാസ് ചെയ്യാൻ പറഞ്ഞിരിക്കുന്നത്. ഇനി നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യേണ്ടത് ഗുഡ്വിൽ ഓഫ് ദ ഫേം എന്ന് പറഞ്ഞിട്ട് എത്രയാണ് തന്നിരിക്കുന്നത്, 36,000 ആണ് തന്നത്. ഈ ഗുഡ്വിൽ എന്ന് പറയുന്നത് ഈ 3 പേർക്കും ഷെയർ ചെയ്യേണ്ടതാണ്. ശാന്തയ്ക്കും ഗായത്രിക്കും നിഷയ്ക്കും കൂടി ഉള്ളതാണ് 36. ഇതിൽ ആരാണ് റിട്ടയർ ആവുന്നത്, ഗായത്രി മാത്രമാണ് റിട്ടയർ ആവുന്നത്. അപ്പൊ ഗായത്രീസ് ഗുഡ്വിൽ, ഗായത്രിയുടെ ഗുഡ്വില് നമുക്ക് കണ്ടുപിടിക്കാം. ഗുഡ്വിൽ ഈക്വൽ ടു 36,000. ഗായത്രിയുടെ ഷെയർ മാത്രം മൾട്ടിപ്ലൈഡ് ബൈ എത്രയാണ്, ഗായത്രിയുടെ റേഷ്യോ 3 ആണ്, 3/9. 9 36 how many times
27 and 36. അപ്പോൾ 4 times 1 2 3 3 zeros. അപ്പോൾ ഗായത്രിയുടെ ഗുഡ് വിൽ എന്ന് പറയുന്നത് 4 3s are 12,000 ആണ് ഗായത്രിക്ക് കൊടുക്കേണ്ട ഗുഡ് വിൽ. ഇനി നമുക്ക് ജനറൽ എൻട്രീസ് അല്ല പാസ് ചെയ്യേണ്ട ആവശ്യമുള്ളൂ. ജനറൽ എൻട്രീസ് പാസ് ചെയ്യാം. അത് ഷെയർ ചെയ്യേണ്ട റേഷ്യോ ഗെയിൻ റേഷ്യോ 13:11 ആണ് അല്ലേ. അപ്പോൾ നമുക്ക് അതിൻ്റെ എന്താണ് ഗുഡ് വില്ല് അഡ്ജസ്റ്റ് ചെയ്യേണ്ട ഫോർമുല അല്ല. ജനറൽ എൻട്രീസ് ഏതാണ്? റിമൈനിങ് പാർട്ട്നേഴ്സ് അല്ലെങ്കിൽ എക്സിസ്റ്റിംഗ് പാർട്ട്നേഴ്സ് അക്കൗണ്ട് അറ്റഡ് ടു റിട്ടയറിംഗ് പാർട്ട്നേഴ്സ്. അതിപ്പോ നമുക്കൊന്ന് അഡ്മിഷൻ ആയിട്ടൊന്ന് കമ്പയർ ചെയ്തിട്ട് പഠിക്കാം. അഡ്മിഷൻ ആകുമ്പോൾ നമുക്ക് എന്ത് ചെയ്തു? ക്യാഷ് അക്കൗണ്ട് അറ്റഡ് ടു ഗുഡ് വിൽ അക്കൗണ്ട് അറ്റഡ് ടു ഓൾഡ് പാർട്ട്നേഴ്സ് എന്നാണ് നമ്മൾ പറയുക അല്ലെ. ഇവിടെ ക്യാഷ് എന്ന് പറയുന്ന ഒരു സാധനമേ വരുന്നില്ല. ഗുഡ് വിൽ ഇവിടെയാണ് ഈ ഒരു എൻട്രിയുടെ കാര്യമാണ് റിട്ടയർമെന്റിൽ വരുന്നുള്ളൂ. ഇനി ഇവിടെ നോക്കി നോക്കിയാൽ ഈ ഓൾഡ് പാർട്ട്നേഴ്സിനാണ് ആ ഗുഡ് വില്ല് കിട്ടുന്നത്. ഗുഡ് വില്ലിന്റെ ഷെയർ ഓൾഡ് പാർട്ട്നേഴ്സിനാണ് കിട്ടുന്നത്. ഇവിടെ ആർക്കാണ് കിട്ടുന്നത്? നമ്മുടെ റിട്ടയർമെന്റിൽ ആർക്കാണ് കിട്ടുക? റിട്ടയർമെന്റിൽ കിട്ടുക റിട്ടയറിംഗ് പാർട്ട്ണർക്കാണ്. അപ്പൊ 2 റിട്ടയറിംഗ് പാർട്ട്ണർ. ഇനി ആരുടേതാണ് അഡ്ജസ്റ്റ് ചെയ്യാം? റിമൈനിങ് പാർട്ട്ണർ അല്ലെങ്കിൽ എക്സിസ്റ്റിംഗ് പാർട്ട്ണർ. അപ്പോൾ റിമൈനിങ് പാർട്ട്നേഴ്സ് അക്കൗണ്ട് അറ്റഡ് ടു റിട്ടയറിംഗ് പാർട്ട്ണർ. ഇവിടെ അഡ്മിഷനിൽ ഈ ഓൾഡ് പാർട്ട്നേഴ്സിനാണ് ആ ഗുഡ് വില്ല് കിട്ടുന്നത്. അപ്പോൾ അവരെ പിടിച്ച് നമ്മൾ ക്രെഡിറ്റ് ചെയ്തു. സെയിം വേ റിട്ടയറിംഗ് പാർട്ട്ണർക്കാണ് ഗുഡ് വില്ല് കിട്ടുന്നത്. അപ്പോൾ അയാളെ പിടിച്ച് നമ്മൾ ക്രെഡിറ്റ് ചെയ്തു. അപ്പോൾ റിമൈനിങ് പാർട്ട്നേഴ്സ് എന്ന് പറയുന്നത് ഇവിടെ ആരൊക്കെയാണ്? ശാന്തിസ് ക്യാപിറ്റൽ അക്കൗണ്ട് അറ്റ്, അതുപോലെ നിഷാസ് ക്യാപിറ്റൽ അക്കൗണ്ട് അറ്റ്, ടു ഗായത്രീസ് ക്യാപിറ്റൽ അക്കൗണ്ട്. എത്രയാണ് എമൗണ്ട്? നമ്മൾ 12,000 ആണ് എമൗണ്ട് പറഞ്ഞിരിക്കുന്നത്. അത് അവരുടെ ഗെയിനിങ് റേഷ്യോ. അപ്പൊ 12,000 മൾട്ടിപ്ലൈഡ് ബൈ 13/24 അല്ലെ. 13 എന്ന് പറയുമ്പോൾ 24 കിട്ടും. അപ്പൊ നമുക്ക് നമ്മുടെ ശാന്തിയിലെ 6,500 കിട്ടും. ബാലൻസ് ഉള്ള 5,500 നമ്മുടെ നിഷയ്ക്കും കിട്ടും. ഇത് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് സോൾവ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ശാന്തിയിലെ 6,500 കിട്ടും. അതുപോലെ തന്നെ നിഷയുടെ 5,500 കിട്ടും. അപ്പൊ ഇതാണ് ജനറൽ എൻട്രി വരുന്നത്. പക്ഷെ മറ്റുള്ളതൊക്കെ ഇതിന്റെ കാൽക്കുലേഷൻസ് ആണ്. ആദ്യം തന്നെ ന്യൂ റേഷ്യോ തന്ന കാരണം കൊണ്ട് നമുക്ക് ഗെയിനിങ് റേഷ്യോ സെപ്പറേറ്റ് ആയിട്ട് കണ്ടുപിടിക്കണം. കണ്ടുപിടിച്ച് കഴിഞ്ഞാൽ അതിൽ ഗായത്രിയുടെ ഷെയർ എത്രയാണ് ഗുഡ് വിൽ എന്നുള്ളത് അവളുടെ ഷെയർ വെച്ചിട്ട് കണ്ടുപിടിക്കുക. 3/9 വെച്ച് കണ്ടുപിടിക്കുക. പിന്നെ അത് കഴിഞ്ഞിട്ട് ഇത് മാത്രമാണ് ഗുഡ് വില്ലിന്റെ എൻട്രി വരുന്നുള്ളൂ. ഗുഡ് വില്ല് റിട്ടയർമെന്റിൽ പ്രത്യേകിച്ച് കൂടുതലായിട്ട് ഒന്നും കുറെ എൻട്രീസ് ഇല്ലേ ഗുഡ് വില്ലിന് പഠിക്കാനായിട്ട്. റിമൈനിങ് പാർട്ട്നേഴ്സ് അല്ലെങ്കിൽ എക്സിസ്റ്റിംഗ് പാർട്ട്നേഴ്സ് അക്കൗണ്ട് അറ്റഡ് ടു റിട്ടയറിംഗ് പാർട്ട്നേഴ്സ് ക്യാപിറ്റൽ അക്കൗണ്ട്. അതാണ് കേട്ടോ അതിന്റെ എൻട്രി വരുന്നത്. അപ്പൊ മനസ്സിലായല്ലോ. ഇനി നമുക്ക് അടുത്ത പ്രോബ്ലത്തിലേക്ക് കിടക്കാം. ഇത് 2017 ആസ്ക് ചെയ്ത ക്വസ്റ്റ്യൻ ആണ് കേട്ടോ. ഇത് 3 മാർക്ക് ക്വസ്റ്റ്യൻ ആയിട്ടോ 2 or 3 ആയിട്ടാണ് ചോദിച്ചിരിക്കുന്നത്. ഇനി അടുത്ത ക്വസ്റ്റ്യൻ, how hidden goodwill is found at the time of retirement or death of a partner, explain with example. ഇത് ചോദിച്ചിരിക്കുന്ന ഹിഡൻ ഗുഡ്വിൽ എങ്ങനെയാണ് ഫൈൻഡ് ചെയ്യാനാണ് ചോദിച്ചിരിക്കുന്നത്. റിട്ടയർമെന്റ് ആയാലും ഡെത്ത് ആയാലും ട്രീറ്റ്മെന്റ് സെയിം തന്നെയാണ്. പിന്നെ എക്സ്പ്ലെയിൻ വിത്ത് എക്സാമ്പിളോട് കൂടിയിട്ട് എക്സ്പ്ലെയിൻ ചെയ്യാനാണ് പറയുന്നത്. ഇത് 3 മാർക്ക് ക്വസ്റ്റ്യൻ ആണ്. ഇതിന് 2 മാർക്കും ഇതിന് 1 മാർക്കും അങ്ങനെയാണ് വന്നിരിക്കുന്നത്. അപ്പൊ നമ്മൾ എന്താണ് എഴുതേണ്ടത്? ഹിഡൻ ഗുഡ്വിൽ എന്ന് പറഞ്ഞാൽ എന്താണ്? ഇപ്പൊ നമുക്ക് ഞാനിപ്പോ ഒരു എക്സാമ്പിൾ ആയിട്ടാണ് നിങ്ങൾക്ക് പറഞ്ഞു തരാം. ഇപ്പൊ നമ്മളിങ്ങനെ എഴുതാതെ എക്സിസ്റ്റിംഗ് പാർട്ട്നേഴ്സ് ഈസ് ഗോയിങ് ടു സെറ്റിൽ ദ റിട്ടയറിംഗ് പാർട്ട്നേഴ്സ് for rupees 2 lakh is going to pay the retiring partners അല്ലെങ്കിൽ is going to settle the retiring partners by paying rupees 2,000 അല്ല 2 lakh ആയിട്ട് അയാളെ സെറ്റിൽ ചെയ്യാൻ പോവാണ്. And his capital account shows
after making all adjustment is 1,50,000. Capital account after all adjustment, എല്ലാ അഡ്ജസ്റ്റ്മെന്റും കഴിഞ്ഞതിന് ശേഷം അവന്റെ ക്യാപിറ്റൽ അക്കൗണ്ട് ഷോ ചെയ്യുന്നത് എത്രയാണ്? 1,50,000. So here the hidden goodwill is the excess amount is going to pay for him. Okay, excess amount അയാൾക്ക് പേ ചെയ്യാൻ പോകുന്നത്. excess amount എന്ന് പറഞ്ഞാൽ എന്താണ്? കൂടുതലായിട്ട് അയാൾക്ക് പേ ചെയ്യാൻ പോകുന്നത്. ഇയാളുടെ ക്യാപിറ്റൽ അക്കൗണ്ട് ആഫ്റ്റർ ഓൾ അഡ്ജസ്റ്റ്മെന്റ് 1,50,000 ആണ്. ക്യാപിറ്റൽ അക്കൗണ്ട് എല്ലാ അഡ്ജസ്റ്റ്മെന്റിനും ശേഷം 1,50,000 ആണ്. പക്ഷെ എത്ര രൂപയാണ് നമ്മൾ പേ ചെയ്യാൻ പോകുന്നത്? 2 lakh ആണ് റിമൈനിങ് പാർട്ട്നേഴ്സ് പേ ചെയ്യാൻ പോകുന്നത്. അപ്പൊ എക്സസ് എമൗണ്ട് പെയ്ഡ് ഈസ് ദ ഹിഡൻ ഗുഡ്വിൽ. അതായത് ഹിയർ ഇറ്റ് ഈസ് 2 lakh minus 1,50,000. So 50,000 is the hidden goodwill here. Okay, അങ്ങനെ നമുക്ക് ഏത് എക്സാമ്പിൾ വേണമെങ്കിലും നിങ്ങൾക്ക് എടുത്തിട്ട് പറയാം. എത്ര രൂപയാണോ അയാൾക്ക് പേ ചെയ്യുന്നത് എന്ന് നോക്കാം. ഗോയിങ് ടു പേ എത്രയാണ് പേ ചെയ്യാൻ പോകുന്നത് നോക്കാം. പിന്നെ അയാളുടെ ക്യാപിറ്റൽ അക്കൗണ്ടിൽ എത്രയാണ് ശരിക്കും അയാൾക്ക് കൊടുക്കാനുള്ളത് നോക്കാം. അത് തമ്മിലുള്ള ഡിഫറൻസിന് അതാണ് ഹിഡൻ ഗുഡ്വിൽ എന്ന് പറയുന്നത് കേട്ടോ. അപ്പൊ ഇത് കഴിഞ്ഞില്ലേ. പിന്നെ ഹൗ ദിസ് ഗുഡ്വിൽ ഈസ് അക്കൗണ്ടഡ് ഇൻ ദി ക്യാപിറ്റൽ അക്കൗണ്ട് ഇൻ ദ സെയിം വേ ആസ് ദാറ്റ് ഓഫ് നമ്മൾ നേരത്തെ പറഞ്ഞ അതേ എൻട്രി തന്നെ. റിമൈനിങ് പാർട്ട്നേഴ്സ് capital account debtor to retiring partners capital account. ഇതിന്റെ ആൻസർ ഇതാണ്. How this goodwill is accounted in the capital account. This goodwill is adjusted to the capital account by making the following entry and it will be shared in gaining ratio. ഒന്നുകൂടി നന്നായി അല്ലെങ്കിൽ ഈ എൻട്രി മാത്രം എഴുതിയാലും നമുക്ക് മാർക്ക് കിട്ടും കേട്ടോ. അപ്പൊ ഇത് സിമ്പിൾ അല്ലേ? ഹിഡൻ ഗുഡ്വിൽ എന്ന് പറയുന്നത് മനസ്സിലായല്ലോ. എൻട്രി ഒറ്റ എൻട്രി ഗുഡ്വില്ലിന് നമുക്ക് റിട്ടയർമെന്റിൽ പഠിക്കാനുള്ള. അതൊന്ന് പഠിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഗുഡ്വില്ലിന്റെ ഏത് പ്രോബ്ലം ചെയ്യാൻ പറ്റും കേട്ടോ. അപ്പൊ ഇനി അടുത്തത് നമുക്ക് അടുത്ത ക്വസ്റ്റ്യൻ പേപ്പറിൽ വന്ന ക്വസ്റ്റ്യൻസ് നോക്കാം. ഇത് 2017 ആസ്ക് ചെയ്ത ക്വസ്റ്റ്യൻസ് ആണ്. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കണം. ഇനി ഇവിടെ ചോദിച്ചിരിക്കുന്നത് എന്താണ്? അനു, അച്ചു ആൻഡ് അമ്മു ആർ പാർട്ട്നേഴ്സ് ഷെയറിംഗ് പ്രോഫിറ്റ്സ് ഇൻ ദ റേഷ്യോ ഓഫ് 5:4:3. അപ്പൊ അനുവും അതുപോലെ തന്നെ അച്ചു അതുപോലെ തന്നെ അമ്മു എത്രയാണ് റേഷ്യോ ഷെയർ ചെയ്യുന്നത്? 5:4:3. ആൻഡ് അച്ചു റിട്ടയേഴ്സ് ആൻഡ് ഈസ് ഗിവൺ 8,000 ആസ് ഗുഡ്വിൽ. അവൾക്ക് എത്രയാണ് അച്ചുവിന് കൊടുക്കുന്നത്? ഗുഡ്വില് 8,000 ആണ് കൊടുക്കുന്നത്. ഓക്കെ, ഇത് ഫേമിന്റെ ഗുഡ്വിൽ അല്ല, ശരിക്ക് അച്ചുവിന് കൊടുക്കുന്ന ഗുഡ്വിൽ ശരിക്ക് അവർ പറഞ്ഞിട്ടുണ്ട്. ആൻഡ് ഷീ ഈസ് ഗിവൺ 8,000 ആസ് ഗുഡ്വിൽ. കമ്പ്യൂട്ട് ദ റെലവന്റ് റേഷ്യോ ഇൻ വിച്ച് ഗുഡ്വിൽ ഈസ് ഷെയർഡ് ബൈ അനു ആൻഡ് അച്ചു. എങ്ങനെ റെലവന്റ് റേഷ്യോ ഏതാണ് എന്ന് പറയണം. അപ്പൊ ഇവിടെ നോക്കിയാൽ ഓൾഡ് റേഷ്യോ മാത്രമാണ് നമുക്ക് തന്നിട്ടുള്ളൂ. ന്യൂ റേഷ്യോയുടെ കാര്യം ഒന്നും പറഞ്ഞിട്ടില്ല. അപ്പൊ നമുക്ക് എന്ത് പറയാൻ പറ്റും? ഗെയിനിങ് റേഷ്യോ ഈസ് സെയിം ആസ് ദാറ്റ് ഓഫ് ഓൾഡ് റേഷ്യോ. ആരാണ് റിട്ടയർ ചെയ്യുന്നത്? അച്ചു ആണ് റിട്ടയർ ചെയ്യുന്നത്. അപ്പൊ ആദ്യത്തെ ക്വസ്റ്റ്യൻ കമ്പ്യൂട്ട് ദ റെലവന്റ് റേഷ്യോ ഇൻ വിച്ച് ഗുഡ്വിൽ ഈസ് ഏതാണ് റേഷ്യോ എന്ന് പറയുന്നത്. അപ്പൊ ഇത് മാറ്റി നിർത്തി ബാക്കിയുള്ളത് 5:3 റേഷ്യോ ആണ്. ഈസ് ഗോയിങ് ടു ഷെയർ ഇൻ ദ റേഷ്യോ ഓഫ് 5:3 ആസ് ന്യൂ റേഷ്യോ ഈസ് നോട്ട് ഗിവൺ. ദ ഓൾഡ് റേഷ്യോ ഈസ് സെയിം ആസ് ദാറ്റ് ഓഫ് ഗെയിനിങ് റേഷ്യോ. ഓക്കെ, സോറി, ഗെയിനിങ് റേഷ്യോ ഈസ് സെയിം ആസ് ദാറ്റ് ഓഫ് ഓൾഡ് റേഷ്യോ. ഗെയിനിങ് റേഷ്യോ ഓൾഡ് റേഷ്യോയുടെ സെയിം ആണ്. അങ്ങനെ പറഞ്ഞിട്ട് 5:3 ഇതിനെ മാറ്റി നിർത്താൻ ബാക്കിയുള്ളതിനാണ് ഷെയർ ചെയ്യുന്നത്. അപ്പൊ ആദ്യത്തെ ക്വസ്റ്റ്യൻ ആൻസർ കഴിഞ്ഞില്ലേ? ഗിവ് ജെനൻഡീസ്. ഇപ്പൊ തന്നെ നമ്മൾ ഡിസ്കസ് ചെയ്തേ ഉള്ളൂ. ജെനൻഡീസ് എന്ന് പറയുന്നത് എന്താണ്? റിമൈനിങ് പാർട്ട്നേഴ്സ് ക്യാപിറ്റൽ അക്കൗണ്ട് ഡെറ്റ് ടു റിട്ടയറിംഗ് പാർട്ട്നർ. ആരൊക്കെയാണ് റിമൈനിങ് ഉള്ളത്? അനൂസ് ക്യാപിറ്റൽ അക്കൗണ്ട് ഡെറ്റ്, പിന്നെ ആരാണ് നമ്മുടെ അമ്മൂസ് ക്യാപിറ്റൽ അക്കൗണ്ട് ഡെറ്റ്. ഇതാണ് റിമൈനിങ് അല്ലെങ്കിൽ എക്സിസ്റ്റിംഗ് ക്യാപിറ്റൽ അക്കൗണ്ട് ഡെറ്റ്. ടു ആരാണ് റിട്ടയർ ചെയ്യുന്നത്? ടു അച്ചൂസ് ക്യാപിറ്റൽ അക്കൗണ്ട്. ഇപ്പൊ ഇവിടെ 8,000 ആണ്
അവരുടെ റേഷ്യോ എന്ന് പറയുന്നത് 5:3 ആണ്. അപ്പൊ 8,000 മൾട്ടിപ്ലൈഡ് ബൈ 5/8. അപ്പൊ നമ്മുടെ അനുവിന് എത്ര കിട്ടും? 5,000 കിട്ടും. അച്ചുവിന് എത്ര കിട്ടും? 3,000 കിട്ടും അല്ല. 8,000 മൾട്ടിപ്ലൈഡ് ബൈ 3/8. അപ്പൊ എത്ര കിട്ടും? 3,000 കിട്ടും. അപ്പൊ മനസ്സിലായല്ലോ. ഇത് നേരത്തെ പറഞ്ഞ അതേ ഇത് തന്നെയാണ്. ഇതിനെ റിപ്പീറ്റ് ചെയ്തിട്ട് സമയം കളയണ്ട. ഇനി അടുത്ത ക്വസ്റ്റ്യൻ. Arun, Hari and Jaya are partners in the firm, sharing profits and losses in the ratio 5:3:2. അപ്പൊ 3 പാർട്ട്നേഴ്സ് ഉണ്ടായിരുന്നു, അരുണും ഹരി ആൻഡ് ജയ. 5:3:2 അവര് റേഷ്യോ ഷെയർ ചെയ്യുന്നത് അല്ലെ. അരുണും ഹരിയും അതുപോലെ തന്നെ ജയയും 5:3:2 അവർ ഷെയർ ചെയ്യുന്നത്. ഇതിലെ ജയ ആണ് റിട്ടയർ ചെയ്യുന്നത് ഫ്രം ദ ഫേം. ആൻഡ് ദ കണ്ടിന്യൂ പാർട്ട്നർ ഡിസൈഡഡ് ടു ഷെയർ ഇൻ ദ റേഷ്യോ ഓഫ്. കണ്ടോ, ഇവിടെ ശരിക്കും ഇത് ഓൾഡ് റേഷ്യോ തന്നിട്ടുണ്ട്, ഇവിടെ ന്യൂ റേഷ്യോ തന്നിട്ടുണ്ട്. എത്രയാണ്? 3:2 അവര് ഇനി ഷെയർ ചെയ്യാൻ പോകുന്നത്. ഓൺ ഹെർ റിട്ടയർമെന്റ് ഫേംസ് ഗുഡ് വിൽ ഈസ് വാല്യൂഡ് അറ്റ് ₹50,000. അത് നമ്മളൊന്ന് ശ്രദ്ധിക്കണം. ഫേമിന്റെ ഗുഡ് വില്ലാണ് എത്രയെന്ന് പറയുന്നത്? ഫേംസ് ഗുഡ് വിൽ ഈസ് വാല്യൂഡ് അറ്റ് ₹50,000 ഫേമിന്റെ ഗുഡ് വിൽ വാല്യൂ ചെയ്യുന്നത്. ഓക്കെ. Give necessary entries for the treatment of goodwill without opening the goodwill account. സെയിം ആണ്, നമ്മുടെ സെയിം ആ ഇത് തന്നെ ചെയ്യാം. പക്ഷെ ഇവിടെ ചെയ്യേണ്ടത് നമ്മൾ ഗെയിനിങ് റേഷ്യോ സെപ്പറേറ്റ് കണ്ടുപിടിക്കണം. മാത്രമല്ല ഗുഡ്വിൽ എത്രയാണ് ജയക്ക് കൊടുക്കുന്ന, ജയക്കുള്ള ഗുഡ്വില്ലിന്റെ പോർഷൻ കണ്ടുപിടിക്കണം. ഇത് ഫേമിന്റെ ഗുഡ്വില്ലാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പൊ നമ്മൾ എന്ത് ചെയ്യുന്നു? ഗെയിനിങ് റേഷ്യോ ഈക്വൽ ടു ന്യൂ റേഷ്യോ മൈനസ് ഓൾഡ് റേഷ്യോ. ന്യൂ റേഷ്യോ എന്ന് പറയുന്നത് 3/5 മൈനസ് 5/10 മറ്റാളുടെ 2/5 മൈനസ് 3/10. ഓക്കെ. ഇവിടെ 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ മതിയല്ലോ. ഡിനോമിനേറ്റേഴ്സ് സെയിം ആയാൽ മാത്രമാണ് ഫ്രാക്ഷൻസ് ആഡ് ചെയ്യാനോ മൾട്ടിപ്ലൈ ചെയ്യാനോ പറ്റുള്ളൂ കേട്ടോ. അപ്പൊ 6 മൈനസ് 5/10 ഇവിടെ 2 കൊണ്ട് തന്നെ മൾട്ടിപ്ലൈ ചെയ്താൽ മതി. 4 മൈനസ് 3/10 ഈക്വൽ ടു 1/10 1/10. അപ്പൊ എത്രയാണ് ഗെയിനിങ് റേഷ്യോ? 1:1. ഓക്കെ. ഇനി ഗുഡ്വിൽ ഫേമിന്റെ ഗുഡ്വില്ലാണ്. ജയക്ക് എത്രയാണ് കൊടുക്കേണ്ടത് എന്ന് നമ്മൾ കണ്ടുപിടിക്കണം. 50,000 മൾട്ടിപ്ലൈഡ് ബൈ 2/10. അപ്പൊ ജയക്ക് കൊടുക്കാനുള്ളത് 10,000 ആണ് ജയയുടെ ഷെയർ അല്ലെ. ഓക്കെ. അപ്പൊ നമുക്ക് പിന്നെയും ഡിസ്കസ് ചെയ്യണില്ല. നമുക്കറിയാം റിമൈനിങ് പാർട്ട്നേഴ്സ് അക്കൗണ്ട് ഡേറ്റർ. അപ്പൊ അരുൺസ് ക്യാപിറ്റൽ അക്കൗണ്ട് ഡേറ്റർ. അതുപോലെ ഇനിയുള്ളത് ഹരീസ് ക്യാപിറ്റൽ അക്കൗണ്ട് ഡേറ്റർ 2. പിന്നെ ആരായിരുന്നു? ഒരു ഹരി ആൻഡ് ജയ. ജയാണ് റിട്ടയർ ആകാൻ പോകുന്നത്. ജയാസ് ക്യാപിറ്റൽ അക്കൗണ്ട്. എത്ര രൂപയാണ് ജയിക്കുള്ളത്? 10,000 ആണ്. നമ്മളിവിടെ ഗെയിനിങ് റേഷ്യോ കണ്ടുപിടിച്ചിട്ടുണ്ടായിരുന്നു. 1:1 എന്ന് പറഞ്ഞാൽ എന്താണ്? ഈക്വലി 5,000 5,000. റിലേഷൻ എഴുതാം. being the goodwill adjusted to the retiring partners capital account. പിന്നെ കഴിഞ്ഞില്ലേ, വലിയ ഇതൊന്നുമില്ല. ഗുഡ്വില്ലിന്റെ എൻട്രി മാത്രം ഓർത്ത് വെക്കാം. നമുക്ക് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കാം. നമുക്ക് ഇനി അടുത്ത ക്ലാസ്സിൽ കാണാം. ഓക്കെ, ബൈ.